Welcome to English class. Today we are going to discuss second unit, ways of ensuring. Let us look language in use number 2. Here are 3 women who faced many challenges but moved forward in life with courage to achieve their goals. ഇവിടെ നമ്മൾ ഈ അടുത്ത ലാംഗ്വേജ് ഇൻ യൂസ് നമ്പർ 2-ൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 3 സ്ത്രീകളെ കുറിച്ചിട്ടാണ്. ഹൂ ഫേസ്ഡ് മെനി ചാലഞ്ചസ് ബട്ട് മൂവ്ഡ് ഫോർവേഡ് ഇൻ ലൈഫ്. അവരവരുടെ ലൈഫിൽ ധാരാളം ചാലഞ്ചസ് സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും അവർ വിത്ത് കറേജ് ടു അച്ചീവ് ദെയർ ഗോൾസ് ഫോർവേഡിങ്. അവർ ധൈര്യത്തോടു കൂടി തന്നെ അവരുടെ ഗോൾ, അവരുടെ എയിം, അവരുടെ ലക്ഷ്യം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു, മുന്നോട്ട് പോയിട്ടുണ്ടെന്ന് പറയാണ്. അപ്പം അങ്ങനെ നമ്മൾ ഇവിടെ ആദ്യമായിട്ട് പരിചയപ്പെടുന്ന ആളാണ് ലക്ഷ്മി അഗർവാൾ. Okay, let us look who is Lakshmi Agarwal. Lakshmi Agarwal is an acid attack campaigner. She was born and brought up in New Delhi. When she was 15, a man poured acid on her face because she refused to marry him. She survived, but her face and body were burned badly in the acid attack. Although she suffered a lot, she was brave enough to speak for the rights of acid attack victims. Today, she is the director of Shanwa Foundation, an NGO which helps the victims of acid attacks. She received the International Women of Courage Award in the year 2014. Her petition, signed by over 27,000 people, convinced the Indian Supreme Court to regulate the public distribution and availability of acid. Lakshmi is not only the survivor of acid attack, she is also the hope of all acid attack victims in the country. Lakshmi's story of struggle and strength is being made into Bollywood movie with Deepika Padukone. Lakshmi Agarwal is an acid attack campaigner. അപ്പോൾ നമ്മൾ പരിചയപ്പെടുന്ന വ്യക്തിയാണ് ലക്ഷ്മി അഗർവാൾ. ഷീ ഈസ് ആൻ ആസിഡ് അറ്റാക്ക് ക്യാമ്പയിനർ. ക്യാമ്പയിനർ മീൻസ് വൺ ഹൂ സ്പ്രെഡ് ന്യൂസ് എബൌട്ട് എ കോസ്. എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യത്തെക്കുറിച്ചിട്ടുള്ള ന്യൂസ് സ്പ്രെഡ് ചെയ്യുന്ന ആളെയാണ് നമ്മൾ ക്യാമ്പയിനർ എന്ന് പറയാം. അതായത് ന്യൂസ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന ആളുകളെ. അപ്പോൾ ലക്ഷ്മി അഗർവാൾ ഈസ് ആൻ ആസിഡ് അറ്റാക്ക് ക്യാമ്പയിനർ. ആസിഡ് അറ്റാക്കിന് ഇരയായിട്ടുള്ളവരുടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ക്യാമ്പയിനറാണ് നമ്മുടെ ലക്ഷ്മി അഗർവാൾ. ഷി വാസ് ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ ന്യൂഡൽഹി. അവർ ജനിച്ചതും വളർന്നതും ന്യൂഡൽഹിയിലാണ്. വെൻ ഷി വാസ് 15, എ മാൻ poured ആസിഡ് ഓൺ ഹർ ഫേസ് ബിക്കോസ് ഷീ refused to marry him. അവർക്ക് 15 വയസ്സായ സമയത്ത് എ മാൻ poured ആസിഡ് ഓൺ ഹർ ഫേസ്, അവരുടെ മുഖത്തേക്കൊരു ആള് ആസിഡ് ഒഴിച്ചു എന്ന് പറഞ്ഞു. ബിക്കോസ് ഷീ refused to marry him. കാരണം എന്തായിരുന്നു? അവരെ മാരി ചെയ്യാൻ ഇവള് നിരസിച്ചു. അതായിരുന്നു കാരണം. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ സൊസൈറ്റിയിൽ കാണുന്നതാണ്. പിന്നെ ഇതിനെ ബേസ് ചെയ്തിട്ടൊരു സിനിമ നമ്മൾ കണ്ടിട്ടുണ്ട്, ഉയരെ എന്ന് പറയുന്നത്. അപ്പോൾ ഷീ സർവൈവ്ഡ് ബട്ട് ഹെർ ഫേസ് ആൻഡ് ബോഡി വർ ബേൺഡ് ബാഡ്ലി ഇൻ ദ ആസിഡ് അറ്റാക്ക്. ഈ ആസിഡ് അറ്റാക്കിൽ ഷീ സർവൈവ്ഡ്. സർവൈവ് മീനിങ് അതിജീവിക്കുക. അപ്പോൾ അങ്ങനെ ഇവർ ആ ആസിഡ് അറ്റാക്കിൽ നിന്നൊക്കെ അതിജീവിച്ച് വന്നു. ബട്ട് ഹെർ ഫേസ് ആൻഡ് ബോഡി വർ ബേൺഡ് ബാഡ്ലി ഇൻ ദ ആസിഡ് അറ്റാക്ക്. പക്ഷേ ആസിഡ് അറ്റാക്കിൽ അവരുടെ ബോഡിയും ഫേസും ഒക്കെ എന്ത് ചെയ്തു? ബേൺ ചെയ്തു. ബേൺ മീനിങ് പൊള്ളിപ്പോയി. Although she suffered a lot, she was brave enough to speak for the right of acid attack victims. അവർ കുറേ സഹിച്ചെങ്കിലും അവരുടെ ലൈഫിൽ കുറേ സഹനമൊക്കെ ചെയ്യേണ്ടി വന്നു എങ്കിൽ കൂടി ഷി വാസ് ബ്രേവ് ഇനഫ് ടു സ്പീക്ക് ഫോർ ദ റൈറ്റ്സ് ഓഫ് ആസിഡ് അറ്റാക്ക് വിക്ടിംസ്. പക്ഷേ അവർ ആസിഡ് അറ്റാക്ക് വിക്ടിംസിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും അതിനെക്കുറിച്ച് സംസാരിക്കാനൊക്കെ അവർ ഭയങ്കര ബ്രേവാണ്. ബ്രേവ് മീൻസ് ധൈര്യവതിയാണെന്ന് പറയുന്നത്. Today, she is the director of Chan Foundation, an NGO which helps the victim of acid attacks. ഇപ്പോൾ അവരെന്താണ്? ചാൻ ഫൗണ്ടേഷൻ്റെ ഡയറക്ടറാണെന്ന് പറഞ്ഞു. ചാൻ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ NGO. NGO എന്ന് പറഞ്ഞാൽ നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ. ഗവൺമെൻറ്റലിൻ്റെ അല്ലാത്ത ഓർഗനൈസേഷനെയാണ് നമ്മൾ നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ ആയിട്ടുള്ള ചാൻ ഫൗണ്ടേഷൻ്റെ ഡയറക്ടറാണ് ഇവരെന്ന് പറഞ്ഞു. ഈ NGO എന്തിനാണ് മെയിനായിട്ടും ചെയ്യുന്നത്? ഇറ്റ് ഹെൽപ്സ് ദ വിക്ടിംസ് ഓഫ് ആസിഡ് അറ്റാക്സ്. ആസിഡ് അറ്റാക്കിന് ഇരയായ വിക്ടിംസിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ കാര്യമായിട്ട് ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ.
ഷീ റിസീവ്ഡ് ദ ഇൻ്റർനാഷണൽ വിമൺ ഓഫ് കറേജ് അവാർഡ് ഇൻ 2014. 2014 ഇൻ്റർനാഷണൽ വിമൺ ഓഫ് കറേജ് അവാർഡ് അവർ നേടിയെടുത്തിട്ടുണ്ട്. അതായത് ധൈര്യശാലികളായ സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഒരു അവാർഡാണ് ഇൻ്റർനാഷണൽ വിമൺ ഓഫ് കറേജ് അവാർഡ് എന്നുള്ളത്. Her petition, signed by over 27,000 people, convinced the Indian Supreme Court to regulate the public distribution and availability of acids. ഇവർ സുപ്രീം കോടതിയിൽ ഒരു പെറ്റീഷൻ കൊടുത്തിരുന്നു. പെറ്റീഷൻ മീൻസ് എ ഫോമൽ ലെറ്റർ ടു എ കോർട്ട് ഓഫ് ലോ ആസ്കിങ് ഫോർ ലീഗൽ ആക്ഷൻ. നമ്മൾ കോടതിയിൽ കൊടുക്കുന്ന നിയമസഹായത്തിന് വേണ്ടിയിട്ട് നമുക്ക് ലീഗൽ ആക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലീഗൽ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കോടതിയിൽ കൊടുക്കുന്ന ആ ഒരു പ്രത്യേക ഫോമൽ ലെറ്ററിനെയാണ് നമ്മൾ പെറ്റീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവർ പെറ്റീഷൻ കൊടുത്തിരുന്നു. ആ പെറ്റീഷനിൽ ഏകദേശം 27,000 ആളുകൾ സൈൻ ചെയ്തിരുന്നു. അതോടുകൂടി എന്ത് ചെയ്തു, സുപ്രീം കോർട്ട് കൺവിൻസ്ഡ് ദ പ്രോബ്ലംസ് ഓഫ് ആസിഡ് അറ്റാക്കേഴ്സ്. അങ്ങനെ സുപ്രീം കോർട്ട് ബോധ്യപ്പെടുകയാണ് ആസിഡ് അറ്റാക്ക് സംഭവിച്ചവരുടെ അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉള്ളവരുടെ കാര്യങ്ങളൊക്കെ സുപ്രീം കോടതിക്ക് മനസ്സിലാവുകയും അങ്ങനെ അവർ പുതിയതായിട്ടൊരു നിയമം കൊണ്ടുവന്നു. അല്ലെങ്കിൽ എന്താണ്, ടു റെഗുലേറ്റ് ദ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് അവൈലബിലിറ്റി ഓഫ് ആസിഡ്. അതിലൂടെ അവരെന്താണ് ആസിഡിൻ്റെ അവൈലബിലിറ്റി, പൊതുയിടങ്ങളിൽ ആസിഡ് കിട്ടാനുള്ള സാധ്യത കുറയ്ക്കുകയും അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ, അതിൻ്റെ വിതരണം എന്ത് ചെയ്തു, റെഗുലേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ആക്ട് സുപ്രീം കോർട്ട് കൊണ്ടുവന്നു. അത് ഇവരുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് കൊണ്ടുവന്നത്. ലക്ഷ്മി ഈസ് നോട്ട് ഓൺലി ദ സർവൈവർ ഓഫ് എ ആസിഡ് അറ്റാക്ക്, ഷീ ഈസ് ആൾസോ ദ ഹോപ്പ് ഓഫ് all acid attack victims in the country. നമ്മുടെ ലക്ഷ്മി എന്ന് പറയുന്നത് ഈസ് നോട്ട് ഓൺലി ദ സർവൈവർ മീൻസ് എ പേഴ്സൺ ഹൂ ലൈവ്സ് ഓൺ ആഫ്റ്റർ എ ഡിഫിക്കൽട്ട് എക്സ്പീരിയൻസ്. എന്തെങ്കിലും മോശകരമായിട്ടുള്ള എക്സ്പീരിയൻസ് എന്നൊക്കെ അതിജീവിച്ച് വന്നിട്ടുള്ള ഒരാളെയാണ് നമ്മൾ സർവൈവർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ലക്ഷ്മി ഈസ് നോട്ട് ഓൺലി ദ സർവൈവർ, അവർ സർവൈവർ മാത്രമല്ല, ഷീ ഈസ് ആൾസോ ദ ഹോപ്പ് ഓഫ് ഓൾ ആസിഡ് അറ്റാക്ക് വിക്ടിംസ് ഇൻ ദ കൺട്രി. നമ്മുടെ രാജ്യത്തുള്ള എല്ലാ ആസിഡ് അറ്റാക്ക് കേസിനും ഒരു പ്രതീക്ഷ കൊടുക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് നമ്മുടെ ലക്ഷ്മി അഗർവാൾ എന്നുള്ളത്. ലക്ഷ്മി സ്റ്റോറി ഓഫ് സ്ട്രഗിൾ ആൻഡ് സ്ട്രെങ്ത് ഈസ് ബീയിങ് മെയ്ഡ് ഇൻ ടു ബോളിവുഡ് മൂവി വിത്ത് ദീപിക പദുക്കോൺ. അതിൽ കൂടുതലായിട്ട് നമുക്ക് പറയാനുള്ളത് ലക്ഷ്മിയുടെ ഈ സ്റ്റോറിയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, സിനിമയായിട്ട്, ബോളിവുഡ് സിനിമയായിട്ട് വന്നിട്ടുണ്ട്. അതിൽ ഹീറോയിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ദീപിക പദുക്കോണായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ലക്ഷ്മി അഗർവാളിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഷീസ് എൻ ക്യാമ്പയിനർ ആയിരുന്നു, ഡൽഹിയിലാണ് ജനിച്ചതെന്ന് പറഞ്ഞു. അവർക്ക് ഷി വാസ് 15 വെൻ ഷി വാസ് 15 വയസ്സായ സമയത്ത് എ മാൻ poured acid on her face എന്ന് പറഞ്ഞു. Then she is the director of Shan Foundation. It is an NGO which helps the victims of acid attacks എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ she got International Women of Courage Award in 2014. നമുക്ക് നെക്സ്റ്റ് നോക്കാം. വേർഡ്സ് എക്സ്പ്ലെയിൻഡ്. campaigner, one who spreads news about a cause. ഏതെങ്കിലും കാരണങ്ങളുടെ ന്യൂസ് സ്പ്രെഡ് ചെയ്യുന്ന ആളെ, വ്യാപിപ്പിക്കുന്ന ആളെയാണ് നമ്മൾ ക്യാമ്പയിനർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് NGO മീൻസ് നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ. നെക്സ്റ്റ് പെറ്റീഷൻ, എ ഫോമൽ ലെറ്റർ ടു എ കോർട്ട് ഓഫ് ലോ ആസ്കിങ് ഫോർ ലീഗൽ ആക്ഷൻ. ഏതെങ്കിലും ലീഗൽ ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കോടതിയിൽ കൊടുക്കുന്ന ഒരു ഫോർമൽ ലെറ്ററിനെയാണ് നമ്മൾ പെറ്റീഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വേർഡ് കൺവിൻസ് മീൻസ് മേക്ക് സം വൺ അണ്ടർസ്റ്റാൻഡ്. മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുക അല്ലെങ്കിൽ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് കൺവിൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വേർഡാണ് സർവൈവർ മീൻസ് എ പേഴ്സൺ ഹൂ ലിവ്സ് ഓൺ ആഫ്റ്റർ എ ഡിഫിക്കൽട്ട് എക്സ്പീരിയൻസ്. എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള എക്സ്പീരിയൻസ്, സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് അതിനേക്ക് അതിജീവിച്ച് ജീവിക്കുന്ന ആളെയാണ് നമ്മൾ സർവൈവർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും വേർഡ്സാണ് ഇവിടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുള്ളത്. നെക്സ്റ്റ് വരുന്ന ഏരിയയാണ് പോസ് ആൻഡ് റിഫ്ലെക്റ്റ്. അതിൽ എന്താണ് പറഞ്ഞത് വെച്ചാൽ നമ്മളിവിടെ ഈ കാര്യത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കാനാണ്. തിങ്ക് ഓഫ് ദ സഫറിങ് ഓഫ് എ പേഴ്സൺ ഹു ഹാസ് സർവൈവ്ഡ് ആൻ ആസിഡ് അറ്റാക്ക്. അപ്പോൾ ഇതുപോലെ ആസിഡ് അറ്റാക്കിന് ഇരയായിട്ടുള്ള ഏതെങ്കിലും ഒരാൾ, അതൊന്ന് സർവൈവ് ചെയ്ത ഒരാളെക്കുറിച്ച് ചിന്തിക്കാനാണെന്ന് പറഞ്ഞത്. അതുപോലെ അവരുടെ സഫറിങ്സിനെ കുറിച്ചിട്ട്, അവരുടെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് ചിന്തിക്കാനാണ് നമ്മളടുത്ത് പറഞ്ഞത്. ഇൻ വാട്ട് ഓൾ വേസ് വിൽ ഇറ്റ് അഫക്റ്റ് ഹർ. ഇത് എങ്ങനെയൊക്കെ അവരെ അഫക്റ്റ് ചെയ്യും എന്നുള്ളത്. വാട്ട് മെസ്സേജ് ഡസ് ലക്ഷ്മി അഗർവാൾ ടീച്ചേഴ്സ്. ഈ ലക്ഷ്മി അഗർവാൾ എന്നുള്ള ഈ വ്യക്തി നമ്മൾക്ക് എന്ത് മെസ്സേജാണ് ഇതിലൂടെ, അവരുടെ ലൈഫിലൂടെ നമുക്ക് തരുന്നത് എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ഒരു ആസിഡ് അറ്റാക്കിന് ഇരയായിട്ടുള്ള ഒരു പേഴ്സൺ എന്തൊക്കെ സഫർ ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവാം, എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടാവാം. നമ്മളടുത്ത് അല്ലേ ലക്ഷ്മി അഗർവാളിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് നമ്മളടുത്ത് പറഞ്ഞു
അവരുടെ ബോഡി അതുപോലെ ഫേസൊക്കെ പൊള്ളിപ്പോയി എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയുള്ള ഒരാൾ പുറത്തിറങ്ങി നടക്കുമ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം എന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റും. അതാണ് വാട്ട് ഓൾവേസ് വിൽ ഇറ്റ് എഫക്റ്റ് ഹാർ. ഏത് കാലത്തും ജീവിതത്തിൻ്റെ അവസാനം വരെ ഇത് അവരെ ഏതെങ്കിലും രീതിയിൽ എഫക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ വാട്ട് മെസ്സേജ് ഡസ് ലക്ഷ്മി അഗർവാൾ ടീച്ചേഴ്സ്. ലക്ഷ്മി അഗർവാൾ നമുക്ക് തന്നുള്ള മെസ്സേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയോ ഫേസോ ഒന്നുമല്ല, നമ്മുടെ മൈൻഡിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അല്ലെ, മൈൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും എത്താൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള മെസ്സേജാണ് നമുക്ക് ലക്ഷ്മി അഗർവാളിൽ നിന്ന് കിട്ടുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു ഭാഗം വായിച്ചിട്ട് എന്ത് രീതിയിലുള്ള മെസ്സേജാണോ കിട്ടുന്നത് അത് അതിനെക്കുറിച്ച് ചിന്തിക്കാനും ചർച്ച ചെയ്യാനുമാണ് ഇവിടെ നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മൾ അടുത്തതായിട്ട് പറയുന്ന ആളെ നമുക്ക് നോക്കാം. കൽക്കി സുബ്രഹ്മണ്യം. Kalki Subramaniam is an Indian transgender activist, artist, author, actor, and inspirational speaker. She had wanted to be a bald girl since childhood. Her parents found it difficult to accept her at first. She founded the Sahodari Foundation for establishing social, economic, and environmental justice for the transgender community in India. Kalki was one of the major campaigners behind the Indian Supreme Court verdicts that made transgender identity legal in India. She is proud that Tamil Nadu state is the best trans-friendly state in India. She has received many awards for social work, film performances, and literary contributions. I am not a woman, I am a superwoman, says Kalki. She believes that a woman should be powerful and strong, mentally and physically. On March 8, 2015, International Women's Day, Facebook chose Kalki as one of the 12 inspiring women of the world who uses Facebook as a platform for community empowerment. Kalki Subramaniam is an Indian transgender activist, artist, author, actor, and inspirational speaker. Kalki Subramaniam, she is an Indian transgender. Transgender means person who feel, identify or act as they do not belong to the gender given to them at birth. അതായത് നമുക്കറിയാം ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ പറയുകയാണെങ്കിൽ നെയ്തർ മെയിൽ നോർ ഫീമെയിൽ എന്ന രൂപത്തിലാണ് നമ്മൾ പറയാറ്. അതായത് ജനിക്കുന്ന സമയത്ത് നമ്മൾ സ്ത്രീയാണെന്ന് പറയുകയാണെങ്കിലും ചിലപ്പം കുറച്ച് വലുതായി കഴിഞ്ഞാൽ അവരുടെ സൗണ്ട് ചിലപ്പം മെയിലിൻ്റെ പോലെയുള്ള സൗണ്ടായിരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ മെയിൽ ഓർ ഫീമെയിൽ എന്നതിൽ ഉൾപ്പെടുത്താണ്ട് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലാണ് ഇവരെ പെടുത്തുന്നത്. അപ്പോൾ ഒരു ഇന്ത്യൻ ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റാണ് കൽക്കി സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞു. ദെൻ ഷീസ് എൻ ആർട്ടിസ്റ്റ്, ഒരു ആർട്ടിസ്റ്റാണ്, കലാകാരിയാണ്, ഓതറാണ്, എഴുത്തുകാരിയാണ്, ആക്ടറാണ്, അഭിനേത്രിയാണ്, ആൻഡ് ഇൻസ്പിരേഷണൽ സ്പീക്കർ. മറ്റുള്ളവർക്ക് ഇൻസ്പിരേഷൻ കൊടുക്കുന്ന, ഇൻസ്പിരേഷണൽ മീൻസ് എൻകറേജിങ്, മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മോട്ടിവേഷൻ നൽകുന്ന ഒരു സ്പീക്കർ കൂടിയാണ് കൽക്കി സുബ്രഹ്മണ്യം. ഷി ഹാഡ് വാണ്ടഡ് ടു ബി ബോൾഡ് ഗേൾ സിൻസ് ചൈൽഡ്ഹുഡ്. ചെറുപ്പം മുതൽ തന്നെ ഒരു നല്ല ബോൾഡായിട്ടുള്ള ഗേളാവാനായിരുന്നു അവർക്ക് താല്പര്യം. ഹർ പാരൻസ് ഫൗണ്ട് ഇറ്റ് ഡിഫിക്കൽട്ട് ടു ആക്സെപ്റ്റ് ഹർ അറ്റ് ഫസ്റ്റ്. ഇവരുടെ പാരൻസിന് ഇവരെ ആക്സെപ്റ്റ് ചെയ്യാൻ, ഇവരെ സ്വീകരിക്കാൻ ആദ്യ കാലങ്ങളിലൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറഞ്ഞു. കാരണം ഇങ്ങനെ ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും പാരൻസിന് അംഗീകരിക്കാൻ കഴിയാറില്ല. നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള ആളുകൾ ഒറ്റപ്പെടുകയാണ് ചെയ്യാറ്. അതിനൊരു എക്സാമ്പിളാണ് മറ്റേ ചാന്ത് പൊട്ട് എന്നുള്ള സിനിമ ദിലീപ് അഭിനയിച്ചിട്ടുള്ള, കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഇപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സിന് ധാരാളം പൊസിഷൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മുടെ ഗവൺമെൻറ്റൊക്കെ. Her parents found it difficult to accept her at first എന്ന് പറഞ്ഞു. She founded the Sahodari Foundation for establishing social, economic and environmental justice for the transgender community in India. അവർ ഫൗണ്ട് ചെയ്തിട്ടുള്ള ഒരു ഫൗണ്ടേഷനാണ് സഹോദരി ഫൗണ്ടേഷൻ ഫോർ എസ്റ്റാബ്ലിഷിംഗ് സോഷ്യൽ, എക്കണോമിക് ആൻഡ് എൻവയോൺമെൻറ്റൽ ജസ്റ്റിസ്. സാമൂഹികപരമായിട്ടും സാമ്പത്തികപരമായിട്ടും അതുപോലെ പാരിസ്ഥിതികമായിട്ടും ഇവർക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ട്, ഇങ്ങനെയുള്ള ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ തുടങ്ങിയിട്ടുള്ള ഒരു ഫൗണ്ടേഷനാണ് സഹോദരി ഫൗണ്ടേഷൻ എന്നുള്ളത്. Kalki was one of the major campaigners behind the Indian Supreme Court's verdict. Verdict means judgment passed by a court. കോടതി പാസ് ചെയ്യുന്ന ജഡ്ജ്മെൻറ്റിനെയാണ് നമ്മൾ വേർഡിക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ
ട്രാൻസ്ജെൻഡർ ട്രാൻസ്ജെൻഡേഴ്സിന് ഐഡൻറ്റിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ലീഗലി ഇന്ത്യയിൽ ട്രാൻസ്ജെൻഡേഴ്സിനെ അംഗീകരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പരിശ്രമങ്ങൾക്ക് പിന്നിലും ഇവരുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഷി വാസ് വൺ ഓഫ് ദ മേജർ ക്യാമ്പയിനർ. അവർ എന്താണ് നമുക്ക് നല്ലൊരു ക്യാമ്പയിനറാണെന്ന് നമുക്ക് പറയാം. കാരണം സുപ്രീം കോടതിയുടെ മുന്നിൽ ഇവരുടെ പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് ഒരു വ്യക്തിയായിരുന്നു കൽക്കി സുബ്രഹ്മണ്യം എന്നുള്ളത്. അപ്പോൾ ഷി വാസ് വൺ ഓഫ് ദ മേജർ ക്യാമ്പയിനേഴ്സ് ബിഹൈൻഡ് ദ ഇന്ത്യൻ സുപ്രീം കോർട്ട് വേർഡിക്ട്സ് ദാറ്റ് മേഡ് ട്രാൻസ്ജെൻഡർ ഐഡൻറ്റിറ്റി ലീഗലി ഇൻ ഇന്ത്യ. അങ്ങനെയാണ് ട്രാൻസ്ജെൻഡേഴ്സിനെ ലീഗലി ഇന്ത്യയിൽ അംഗീകരിക്കുന്നത്. ഷീ ഈസ് പ്രൗഡ് ദാറ്റ് തമിഴ്നാട് സ്റ്റേറ്റ് ഈസ് ദ ബെസ്റ്റ് ട്രാൻസ് ഫ്രണ്ട്ലി സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. അവർ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഷീ ഈസ് പ്രൗഡ്, അവർ അഭിമാനിക്കുന്നുണ്ട് തമിഴ്നാട് എന്നുള്ള സ്റ്റേറ്റിനെ കുറിച്ച് ഓർക്കുന്ന സമയത്ത്. കാരണം ഇറ്റ് ഈസ് ദ ബെസ്റ്റ് ട്രാൻസ് ഫ്രണ്ട്ലി സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ട്രാൻസ്ജെൻഡേഴ്സിനെ അംഗീകരിക്കുന്ന ഒരു സ്റ്റേറ്റാണ് തമിഴ്നാട് എന്നുള്ളത്. She has received many awards for social work, film performances and literary contributions. ഇവർക്ക് ധാരാളം അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് സോഷ്യൽ വർക്കിനും അതുപോലെ തന്നെ ഫിലിം പെർഫോമൻസിനും. സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്, സൊസൈറ്റിയിൽ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ ലിറ്റററി കോൺട്രിബ്യൂഷൻസ്, ലിറ്ററേച്ചറിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ ധാരാളം അവർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ തന്നെ അവർക്ക് ധാരാളം അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അവർ പറയുന്നത് ഐ എം നോട്ട് എ വുമൺ, ഐ എം എ സുപ്രീം വുമൺ സേസ് കൽക്കി. അവർ പറയുന്നത് ഞാൻ വെറും ഒരു സ്ത്രീയല്ല, ഞാൻ സൂപ്പർ വുമൺ ആണ് എന്നാണ് അവർ പറയുന്നത്. ഷീ ബിലീവ്സ് ദാറ്റ് എ വുമൺ ഷുഡ് ബി പവർഫുൾ ആൻഡ് സ്ട്രോങ്. അവർ പറയുന്ന ഒരു സ്ത്രീ എപ്പോഴും ഭയങ്കര സ്ട്രോങ് ആണ് അല്ലെങ്കിൽ പവർഫുൾ ആണെന്ന് പറയുന്നത്. പവർഫുൾ ആൻഡ് സ്ട്രോങ് മെൻ്റലി ആൻഡ് ഫിസിക്കലി. മാനസികപരമായിട്ടും അതുപോലെ ശാരീരികമായിട്ടും ഒരു സ്ത്രീ എപ്പോഴും പവർഫുള്ളാണ്, സ്ട്രോങ് ആണ് എന്നാണ് ഇവർ പറയുന്നത്. ഓൺ March 8, 2015, International Women's Day, Facebook chose Kalki as one of the 12 inspiring women of the world who uses Facebook as a platform of community empowerment. 2015 മാർച്ച് 8 അതായത് ഇൻ്റർനാഷണൽ വിമൻസ് ഡേ, സ്ത്രീകൾക്കായിട്ടുള്ള പ്രത്യേക ഒരു ദിവസം നമ്മൾ ആഘോഷിക്കാറുണ്ട് മാർച്ച് 8. അപ്പോൾ ആ ദിവസത്തിൽ ഫേസ്ബുക്ക് ചൂസ് കൽക്കി ആസ് വൺ ഓഫ് ദ 12 ഇൻസ്പയറിംഗ് വുമൺ ഓഫ് വേൾഡ്. ലോകത്തിലെ മറ്റുള്ളവർക്ക് പ്രചോദനം നൽകുന്ന സ്ത്രീകളുടെ കണക്കെടുപ്പ് ഫേസ്ബുക്ക് നടത്തിയ സമയത്ത് 12 സ്ത്രീകളെയാണ് ഉൾപ്പെടുത്തിയിരുന്നത്. ഇവരും അതിലൊരാളായിരുന്നു എന്ന് പറഞ്ഞു. ഹു യൂസേഴ്സ് ഫേസ്ബുക്ക് ആസ് എ പ്ലാറ്റ്ഫോം ഫോർ കമ്മ്യൂണിറ്റി എംപവർമെൻറ്റ്. അതായത് ഫേസ്ബുക്കിനെ കമ്മ്യൂണിറ്റി എംപവർമെൻറ്റിന് യൂസ് ചെയ്യുന്ന സ്ത്രീകളെയാണ് അവർ ചൂസ് ചെയ്തത്. അപ്പോൾ ഫേസ്ബുക്ക് യൂസ് ചെയ്തിട്ട് സ്ത്രീകളെ എംപവർമെൻറ്റ് ചെയ്യുന്നത്. എംപവർമെൻറ്റ് മീൻസ് മേക്ക് സ്ട്രോങ്ങർ, സ്ത്രീകളെ ശക്തരാക്കുന്ന അവരെ കണ്ടെത്തിയതിൽ അതിലൊരാളായിട്ട് കൽക്കി ഉൾപ്പെടുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്രയാണ് നമ്മുടെ കൽക്കി സുബ്രഹ്മണ്യം അവരെ കുറിച്ചിട്ട് നമുക്ക് പറയാനുള്ളത്. നമുക്ക് വേർഡ്സ് എക്സ്പ്ലെയിൻ നോക്കാം. ട്രാൻസ്ജെൻഡർ മീൻസ് person who feel, identify or act as they do not belong to the gender given to the at birth. ജനിക്കുന്ന സമയത്ത് കൊടുത്ത ആ ഒരു ജെൻഡറിനപ്പുറമായിട്ട് വേറെ ഏതെങ്കിലും രീതിയിൽ ഫീൽ ചെയ്യുന്നയാളെ അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി കാണിക്കുന്നയാളെയാണ് നമ്മൾ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത്. ആക്ടിവിസ്റ്റ്, person who takes part in activities like public protest due to strong belief in a cause. പബ്ലിക് പ്രൊട്ടസ്റ്റ് പോലെയുള്ള ആക്ടിവിറ്റീസ് നടത്തുന്ന ആളെയാണ് നമ്മൾ ആക്ടിവിസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വേർഡാണ് ഇൻസ്പിരേഷണൽ. ഇൻസ്പിരേഷണൽ മീൻസ് എൻകറേജിങ്, പ്രേരിപ്പിക്കുന്ന എന്നാണ് മീനിങ്. നെക്സ്റ്റ് വേർഡ് വേർഡിക്റ്റ്. വേർഡിക്റ്റ് മീൻസ് ജഡ്ജ്മെൻറ്റ് പാസ്ഡ് ബൈ എ കോർട്ട്. കോടതി പാസ് ചെയ്യുന്ന ജഡ്ജ്മെൻറ്റിനെയാണ് നമ്മൾ വേർഡിക്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വേർഡാണ് എംപവർമെൻറ്റ്. എംപവർമെൻറ്റ് മീൻസ് മേക്ക് സ്ട്രോങ്ങർ, മറ്റുള്ളവരെ സ്ട്രോങ് ആക്കാൻ വേണ്ടി ചെയ്യുന്ന ആ പ്രവർത്തനത്തിനെയാണ് നമ്മൾ എംപവർമെൻറ്റ് എന്ന് പറയുന്നത്. അടുത്ത വരുന്നതാണ് പോസ് ആൻഡ് റിഫ്ലക്റ്റ് എന്നുള്ള ഏരിയ. വി നോ ദർ ആർ ട്രാൻസ്ജെൻഡർ പീപ്പിൾ അറൗണ്ട് us ഹു ആർ റെഫേർഡ് ടു ആസ് ദ തേർഡ് ജെൻഡർ. നമുക്ക് നമ്മുടെ ചുറ്റുപാടുള്ള ധാരാളം ട്രാൻസ്ജെൻഡേഴ്സിനെ അറിയാം, പക്ഷേ നമ്മൾ അവരെ തേർഡ് ജെൻഡർ അല്ലെങ്കിൽ മൂന്നാം ലിംഗക്കാർ എന്നാണ് പറയാറ്. This is a large group of people whom we have been ignoring. നമ്മൾ അവഗണിക്കുന്ന ഒരു ലാർജ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണിവർ. അതായത് നമ്മൾ ഒരിക്കലും ഇവരെന്താണ് അല്ലെങ്കിൽ ഇവരുടെ മാനസികാവസ്ഥ എന്താണ് അല്ലെങ്കിൽ ഇവർ ഫിസിക്കലി മെൻ്റലി എന്താണെന്ന് നമ്മൾ ശ്രദ്ധിക്കാണ്ട് അവരെ നമ്മൾ പലപ്പോഴും ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്യുക. നമ്മൾ ഹിജറാസ് എന്നും ഇവരെ പറയാറുണ്ട്, മൂന്നാം ലിംഗക്കാർ അല്ലെങ്കിൽ യൂനിക്സ് എന്ന് പറയും, ട്രാൻസ്ജെൻഡർ എന്ന് പറയും. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം ഗവൺമെൻറ് പല സ്ഥലങ്ങളിലും അവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അവരെ ജോലിക്കായിട്ടൊക്കെ അപ്പോയിൻമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ
ആ രീതിയെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ എന്താണ് ഈ ട്രാൻസ്ജെൻഡേഴ്സ് എന്താണ് അവരെക്കുറിച്ചിട്ട് ചിന്തിക്കാനാണ് അടുത്തായി നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ആളെ പരിചയപ്പെടാം. ഷീല ഘോഷ്. Sheila Ghosh of Kolkata, aged 89, works hard to take care of her grandson and herself. Most people retire and stop working by the age of 60 or 65. But Sheila, after her only son died, decided to look after her grandson. She started selling puppets in Kolkata, 2 hours away from where she lives. As she cannot walk on her own, her grandson helps her to go to the spot of her business. In spite of her old age, Sheila believes she is strong enough to provide and work for her family. Sheila's story is inspiring as it simply tells us to have courage and keep going. Her advice is don't try to escape it, face it and deal with it. This is a very positive view of life. ഷീല ഘോഷ് ഓഫ് കൊൽക്കട്ട. കൊൽക്കട്ടയിലുള്ള ഷീല ഘോഷിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഏജ്ഡ് 89, 89 വയസ്സായിട്ടുണ്ട് അവർക്കെന്ന് പറഞ്ഞു. ഷീസ് വർക്ക്സ് ഹാർഡ് ടു ടേക്ക് കെയർ ഓഫ് ഹർ ഗ്രാൻഡ് സൺ ആൻഡ് ഹെർ സെൽഫ്. അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ അവരുടെ ഗ്രാൻഡ് സൺ കുട്ടിക്ക് വേണ്ടിയിട്ടുമാണ് അവർ ഈ ഒരു പ്രായത്തിലും ഹാർഡ് വർക്ക് ചെയ്യുന്നത്. മോസ്റ്റ് പീപ്പിൾ റിട്ടയർ ആൻഡ് സ്റ്റോപ്പ് വർക്കിംഗ് ബൈ ദ ഏജ് ഓഫ് 60 or 65. ഏകദേശം എല്ലാവരും തന്നെ എന്താണ് 60-65 വയസ്സാകുമ്പോഴേക്കും എല്ലാവരും റിട്ടയർ ആവും. പക്ഷേ ഇവിടെ നമ്മുടെ ഷീല ഘോഷ് at the age of 89 she worked hard. But Sheila, after her only son died, decided to look after her grandson. പക്ഷേ ഷീലയെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് അവരുടെ ഹർ ഓൺലി സൺ ഡൈഡ്, അവരുടെ ഒരേ ഒരു മകൻ മരിച്ച സമയത്ത് ഷീ ഡിസൈഡ് ടു ലുക്ക് ആഫ്റ്റർ ഹർ ഗ്രാൻഡ് സൺ, അവരുടെ ഗ്രാൻഡ് സണ്ണിനെ നോക്കാമെന്ന് തീരുമാനിക്കുകയാണ്. ഷീ സ്റ്റാർട്ടഡ് സെല്ലിംഗ് ബപ്പഡ്സ് ഇൻ കൊൽക്കട്ട. അങ്ങനെ അവരെന്താണ് കൊൽക്കട്ടയിൽ ബപ്പഡ് വിൽക്കുന്ന ജോലിയിലേക്ക് ഏർപ്പെടുകയാണ്. 2 hours away from where she lives. ഏകദേശം അവർ താമസിക്കുന്ന അവിടെ നിന്ന് 2 മണിക്കൂറോളം യാത്രയുണ്ട് കൊൽക്കട്ടയിലേക്ക്. ആ ഷീ കനോട്ട് വാക്ക് ഓൺ ഹർ ഓൺ, ഹർ ഗ്രാൻഡ് സൺ ഹാപ്സ് ഹർ ടു ഗെറ്റ് ദ സ്പോട്ട് ഓഫ് ഹർ ബിസിനസ്. അവർക്ക് സ്വന്തമായിട്ട് നടന്ന് അവിടെ എത്താൻ സാധിക്കാത്തതുകൊണ്ട് തന്നെ അവരുടെ ഗ്രാൻഡ് സൺ ആണ് അവരുടെ ബിസിനസ് സ്ഥലത്തേക്ക് അവരെ എത്തിക്കുന്നത്. In spite of her old age, Sheila believes she is strong enough to provide and work for her family. അവരുടെ ആ ഒരു പ്രായാധിക്യം അവർ ശ്രദ്ധിക്കേണ്ട തന്നെ അവരെന്ത് ചെയ്യാണ്, ഷീ ബിലീവ്സ്, അവർ വിശ്വസിക്കുന്നു, ഷീ ഈസ് സ്ട്രോങ് ഇനഫ് ടു പ്രൊവൈഡ് ആൻഡ് വർക്ക് ഫോർ ഹെർ ഫാമിലി. അവരവരുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാനും ഫാമിലിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാനും അവർ സ്ട്രോങ് ആണെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. ഷീലാസ് സ്റ്റോറി ഈസ് ഇൻസ്പയറിംഗ് ആസ് ഇറ്റ് സിംപ്ലി ടെൽസ് us to have courage and keep going. ഷീലയുടെ സ്റ്റോറി നമുക്ക് എല്ലാവർക്കും ഒരു ഇൻസ്പിരേഷനാണ് അല്ലെങ്കിൽ പ്രചോദനമാണ്. എന്തിനുള്ളത്? ദർ സ്റ്റോറി ടെൽസ് us to have courage and keep going. ജീവിതത്തിൽ എങ്ങനെയാണ് ധൈര്യം സംഭരിക്കേണ്ടതും എങ്ങനെയാണ് മുന്നോട്ട് പോവേണ്ടതും എന്ന് നമുക്ക് അവരുടെ ലൈഫിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. Her advice is don't try to escape it, face it and deal with it. അവരുടെ ഉപദേശമാണ് ഡോണ്ട് ട്രൈ ടു എസ്കേപ്പ്, ഒന്നൊന്നും ഓടി രക്ഷപ്പെടാണ്ടിരിക്കുക, ഫേസ് ഇറ്റ്, എല്ലാത്തിനെയും അഭിമുഖീകരിച്ചിട്ട് എങ്ങനെയാണോ അതിനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരിക്കലും ഒന്നൊന്നും നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ദിസ് ഈസ് എ വെരി പോസിറ്റീവ് വ്യൂ ഓഫ് ലൈഫ്. അവർ പറഞ്ഞ ഈ കാര്യം നമുക്കൊരു പോസിറ്റീവ് വ്യൂ ഓഫ് ലൈഫായിട്ട് എടുക്കാം, നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യമായിട്ട് പറയാം. കാരണം ഒരിക്കലും ഏത് പ്രശ്നത്തിൽ നിന്നും ഓടി ഒളിക്കാതെ എല്ലാത്തിനെയും ഫേസ് ചെയ്ത് എല്ലാം നല്ല രീതിയിൽ ഡീൽ ചെയ്യുക എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഷീല ഘോഷ് എന്നുള്ള കൊൽക്കട്ടക്കാരിയായിട്ടുള്ള ഈ ഒരു ലേഡിയെ കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ 3 സ്ത്രീകൾ എന്താണ് ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള 3 സ്ത്രീകൾ, അതുപോലെ തന്നെ ഓരോരോ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിൽ പെട്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന 3 ഇൻസ്പിരേറ്റീവ്സിനെയാണ് മോട്ടിവേറ്റീവ്സിനെയാണ് നമ്മൾ കണ്ടെത്തിയത്. ലക്ഷ്മി അഗർവാൾ, കൽക്കി സുബ്രഹ്മണ്യൻ, അതുപോലെ തന്നെ ഷീല ഘോഷ്. 3 പേരും മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യുന്ന ലേഡീസാണ്. ഇനി നമ്മുടെ അടുത്ത് പോസ് ആൻഡ് റിഫ്ലക്റ്റ് എന്നുള്ള ഏരിയ ആണുള്ളത്. വെൻ ഡു യു തിങ്ക് പീപ്പിൾ ഷുഡ് ആക്ച്വലി റിട്ടയർ? എപ്പോഴാണ് ഒരാൾ ശരിക്കും റിട്ടയർ ആവേണ്ടത് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നതാണ് ഇവിടെ ചോദിക്കുന്നത്. നമുക്കറിയാം നമുക്ക് സ്ട്രോങ് അല്ലെങ്കിൽ കറേജ് അല്ല ഉണ്ടെങ്കിൽ ഏത് കാലഘട്ടത്തിൽ നമുക്ക് വർക്ക് ചെയ്യാം. പിന്നെ ചോദിച്ചത് ഡു യു നോ എനി വൺ വർക്കിംഗ് ഹാർഡ് ഇൻ ഓൾഡ് ഏജ് ടു മേക്ക് മണി ടു ലീഡ് എ ഗുഡ് ലൈഫ്? നമുക്കറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ ഇത്ര ഈ പ്രായത്തിലും
ഹാർഡ് വർക്ക് ചെയ്യുന്നവർ, എന്തിനു വേണ്ടിയിട്ട്? ടു മേക്ക് മണി ടു ലീഡ് എ ഗുഡ് ലൈഫ്, നല്ലൊരു ജീവിതം ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ഇത്രയും പ്രായമായിട്ടും വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടോ നമ്മുടെ സമൂഹത്തിൽ? അപ്പോൾ അവരെ കുറിച്ചിട്ട് ഓർക്കാനാണ് നമ്മളടുത്ത് പറഞ്ഞത്. എന്നിട്ട് ഇതിനൊക്കെ കുറിച്ചിട്ട് ഒരു റൈറ്റ് എ ഫ്യൂ സെൻറ്റൻസസ്, കുറച്ച് സെൻറ്റൻസുകൾ എഴുതാനാണ് നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഏരിയാസ്.